ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 8 പരാതികൾ കൂടി ലഭിച്ചുവെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. 5 എണ്ണത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 35 കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. 5 കേസുകൾ നോഡൽ ഓഫീസർക്ക് ലഭിച്ച പരാതികളിന്മേലെടുത്തു. 7 കേസുകളിൽ കുറ്റപത്രം നൽകിയെന്നും സർക്കാർ കോടതിയിൽ. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, വിശദാംശങ്ങൾ. കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 35ആണ്. ഒപ്പം തന്നെ നോഡൽ ഓഫീസർ, അതായത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അതിനു വേണ്ടിയിട്ട് ഒരു നോഡൽ ഓഫീസറെ നിയോഗിച്ചിരുന്നു. ആ നോഡൽ ഓഫീസർക്ക് 5 പരാതികൾ ആ നോഡൽ ഓഫീസർക്ക് ലഭിച്ച പരാതികളിൽ 5ഓളം കേസുകൾ എടുക്കുകയും ചെയ്തു. ആകെ മൊത്തം 40 കേസുകളാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. നിലവിൽ 7 കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയിട്ടുണ്ട്. 8 പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ആ 8 എണ്ണത്തിൽ 5 പരാതികളിൽ കേസ് എടുത്തിട്ടുണ്ട്. 3 എണ്ണം ബന്ധപ്പെട്ട പോലീസിന് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് കൈമാറി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ ദളിത് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി ഹൈക്കോടതി ഇന്ന് നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ സർക്കാർ അറിയിച്ചത് ഈ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമനിർമ്മാണം ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ കരടടക്കം സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു. എന്നാലും ഇക്കാര്യത്തിൽ സ്ത്രീ ദളിത് പ്രാതിനിധ്യം കൂടി ഉൾപ്പെടുത്തി വേണം, അല്ലെങ്കിൽ ഉറപ്പാക്കി വേണം നിയമനിർമ്മാണം നടത്താൻ എന്നുള്ള ഒരു അഭിപ്രായമാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്.